ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒക്ടോബർ 18 മുതൽ ഒരു 7 രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കുറേ കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന ആ ദുഃഖ ദുരിതങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരു നല്ല കാലം, നല്ല സമയം തെളിയുവാൻ പോവുകയാണ്. ഒക്ടോബർ 18 തീയതി തുലാമാസം 1 തീയതി വ്യാഴം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയാണ്. കർക്കിടകം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. വ്യാഴം ഏറ്റവും അധികം ബലത്തോടുകൂടി നിൽക്കുന്ന ഒരു രാശി. വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം കൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന എല്ലാ കഷ്ടതകൾക്കും വലിയ ഒരു മാറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. ഒരുപാട് നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകളൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ രാശികളിൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ വ്യാഴ മഹാദശ ജനന ജാതകപ്രകാരം നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം നിങ്ങളുടെ ജാതകപ്രകാരം ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന ഉത്തമമാണ്. കാരണം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന് ഏറ്റവും ബലം ലഭിക്കുകയും ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ആ രാശിയുടെ ഒരു പൊതുഫലമാണ്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് രാശിഫലം പറയുമ്പോൾ അതിൽ ഗുണം പറഞ്ഞാലും അല്ലെങ്കിൽ ദോഷം പറഞ്ഞാലും ആ പറയുന്ന ഫലങ്ങൾ എനിക്ക് അതുപോലെ അനുഭവത്തിൽ വരുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ തന്നെ ആ ഒരേ നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾക്ക് നമ്മളെ അത്രമേൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത്രമേൽ പാപനല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കൊക്കെ രാശിയിൽ ഗ്രഹങ്ങൾ അനുകൂലത്തിൽ വരുമ്പോൾ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ജനന ജാതകപ്രകാരം അത്രമേൽ ബലഹീനനായ പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് രാശിയിൽ നമ്മൾ എത്ര ഗുണഫലങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ അതുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അതായത് നമ്മളൊരു ഗുണഫലം പറയുമ്പോൾ ആ ഗുണഫലം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരാം. അത് അവരവരുടെ ജനന ജാതകവും കൂടെ കണക്കിലെടുക്കണം. പൊതുവേ വ്യാഴം കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് ഓരോ രാശിക്കാർക്കും ഇവിടെ പറയുന്ന 7 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം കൂടെ ഒരു നല്ല കാലഘട്ടം നടക്കുന്നു, അല്ലെങ്കിൽ അത്രമേൽ മോശമല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എങ്കിൽ കൂടെ ഇവിടെ പറയുന്ന ഫലങ്ങൾ, ആ ഗുണഫലങ്ങളൊക്കെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കും. അല്ലാതെ വരുമ്പോൾ മാത്രമാണ് ആ ഫലങ്ങൾ ലഭിക്കുന്നതിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിലെ നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള ആ ഉച്ചസ്ഥായിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ കുറേ കാലങ്ങളായി മാനസികമായിട്ട് അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണ് മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾ. മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് പലരും കടന്നു വരുന്നത്. ചിലരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുപോലെ ഉണ്ടായ ആ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന മനക്ലേശങ്ങൾ, അതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് മേടം രാശിക്കാർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവത്തിൽ വരുന്നത്. 10 രൂപ കയ്യിലേക്ക് വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന ഒരവസ്ഥ. എങ്ങനെയാണ് നമുക്ക് കടബാധ്യതകൾ വന്നു ചേരുന്നതെന്നറിയില്ല. അത്രമാത്രം ചിലവുകൾ, ശുഭകാര്യങ്ങൾക്ക് പോലും പണം ചിലവഴിച്ചാൽ പാഴ്ചിലവായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ. ഒരു ഭൂമിയുടെയോ ഗൃഹത്തിൻ്റെയോ ഒക്കെ നിർമ്മാണത്തിന് ഒക്കെ ഇറങ്ങിത്തിരിച്ചാൽ, ഭൂമി വാങ്ങുന്നതിന്, ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കർമ്മസംബന്ധമായിട്ട്, ജോലി സംബന്ധമായിട്ട് ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ കർമ്മത്തിൽ അകാരണമായിട്ടുള്ള ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധമായിട്ടും അനുഭവിക്കുന്ന വ്യക്തികളാണ് മേടം രാശിക്കാർ. ചിലരെ സംബന്ധിച്ച് ദാമ്പത്യപരമായ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും മനോവിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്നു.
പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചു വരുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത നമ്മുടെ മനസ്സിന് സ്വസ്ഥത കുറവ് നൽകുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യകാരണങ്ങൾ കൊണ്ട് മാനസികമായൊരു വിഷമം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത മേടം രാശിക്കാർ കുറവാണെന്ന് തന്നെ പറയാം. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളത് മാത്രം. മനസ്സിനൊരു സ്വസ്ഥത, സുഖം, സമാധാനം അത്രമേലില്ല എന്ന് പറയുന്നതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ ആ വ്യാഴത്തിൻ്റെ ആ മാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ, നന്മകളാണ് ഓരോ മേടം രാശിക്കാർക്കും അനുഭവത്തിൽ വരുന്നത് എന്ന് വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ എല്ലാം ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകും. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മൂടിക്കെട്ടിയിരുന്ന ആ ഇരുൾ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ ഈശ്വരാനുഗ്രഹം വെളിച്ചം വീശുന്ന സമയം. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചിലർക്ക് ആ ചെയ്യുന്ന ജോലി, കർമ്മത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച, നന്മകൾ വന്നു ചേരും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം ലഭിക്കും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടമാണ്. വിദേശ ജോലി, ഭാഗ്യം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇത്രയും നാളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം അനാവശ്യമായ പാഴ്ചിലവുകളാണ് സംഭവിച്ചതെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടം ഒക്ടോബർ 18 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. അതായത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക, ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം. വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറും. പലർക്കും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയം. വിദേശ യാത്രകൾ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള അലച്ചിലുകൾ, പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് ചിലവുകൾ വിട്ടുമാറി നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ഓരോ വ്യക്തികളും അവരവർക്കും അവരവരുടെ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും സ്വരുക്കൂട്ടി ചേർക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പാഴ്ചിലവുകൾ വിട്ടുമാറും. ധാരാളം സാമ്പത്തിക വരവ്, ധനപരമായിട്ടുള്ളൊരു ഉയർച്ച, നന്മകൾ വ്യാഴം നിങ്ങൾക്ക് നൽകും. മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒക്ടോബർ 18 മുതൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും. കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാതിരുന്ന സുഖം, സമാധാനം, സന്തോഷം ജീവിതത്തിൽ ലഭിക്കും. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും. മേടം രാശിക്കാരെ സംബന്ധിച്ച് മാതാവിനെ കൊണ്ട് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരെ കൊണ്ട് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ വീണ്ടും കിട്ടുന്ന ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി പലർക്കും ഒരു സ്വന്തമായൊരു ഗൃഹം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അവരവരുടെ ജനന ജാതകം കൂടി ഒരു കാലഘട്ടത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന അത്യുത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും വ്യാഴം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ടുള്ള ഏറ്റവും അധികം ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു തൊഴിൽ, നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിൽ കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്ന പലതരത്തിലുള്ള നേട്ടങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ വന്നു ചേരുക. പലർക്കും ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനക്കയറ്റം, പദവി ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിദേശ ജോലി ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മിഥുനരാശിക്കാർക്കും ആ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു അത്യുത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്കും വലിയ നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. പലർക്കും ഈ സമയം പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയവുമാണ്. മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ വളരെ നിഷ്പ്രയാസം അതൊക്കെ സാധിക്കുന്ന ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ്.
പ്രധാനമായും എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും എന്നുള്ളതാണ്. ധനപരമായിട്ടുള്ള ഒരു നേട്ടമാണ് മിഥുനരാശിക്കാർക്ക് പ്രധാനമായിട്ടും എടുത്തു പറയുവാനുള്ളത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന മിഥുനരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല സാമ്പത്തിക ഉയർച്ച, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായി ധാരാളം പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ വാക്കിന് തന്നെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും ഒരു മതിപ്പും ഒരു വിലയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയം, വിവാഹം, അതുപോലെ ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകരമായിട്ടുള്ള ഒരു നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം തടസ്സങ്ങൾ അനുഭവപ്പെട്ട വ്യക്തികളാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം, അനുയോജ്യമായ മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയവുമാണ്. പലരെയും സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പല കാര്യകാരണങ്ങൾ കൊണ്ട്, അത് ജോലി സംബന്ധമായിട്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ രണ്ടുപേർക്കും രണ്ടിടത്തായി കഴിയേണ്ട ഒരവസ്ഥയൊക്കെ അനുഭവത്തിലുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള, ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊരു സന്തോഷം, സമാധാനം ലഭിക്കുക, ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ, നന്മകൾ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ആ ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആ ഒരു പൂർവിക വഴിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ ഒക്കെ മിഥുനരാശിക്കാരിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് സമയം അത്രമേൽ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് നന്മകൾ, ഒരുപാട് നേട്ടങ്ങളാണ് മിഥുനരാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. വ്യാഴം കർക്കിടകം രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് വരുമ്പോൾ മിഥുനരാശിക്കാരുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ഒട്ടേറെ മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകം എടുത്തു പറയേണ്ട കർമ്മസംബന്ധമായിട്ടും വിവാഹ സംബന്ധം, ദാമ്പത്യപരമായിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുന രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. മിഥുന രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്യുത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുന രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും വ്യാഴം എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം, വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ജന്മത്തിൽ തന്നെ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ വ്യാഴമെന്ന് പറയുന്നത് തന്നെ കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ഈ ഒരു വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്ന സമയം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള വ്യത്യസ്ത ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുന്ന സമയം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് മംഗളകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന്, വ്യാഴം നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള എനർജികളെയും പൂർണ്ണമായിട്ട് മാറ്റും എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വിട്ടുമാറും. എത്ര വലിയ കടബാധ്യതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തോടുകൂടി പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായ പണം വന്നു ചേരുക. നിങ്ങൾ എത്ര വലിയ കടബാധ്യത, സാമ്പത്തിക പ്രതിസന്ധിയുള്ള വ്യക്തികളാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങളുടെ പ്രയാസങ്ങളെ ഒക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആശുപത്രിവാസങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണമായി ഫലത്തിൽ, അനുഭവത്തിൽ വരും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും കിട്ടും. ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ച് മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം.
നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ അനാവശ്യമായി നേരിടുന്ന ചില ശത്രുതാ മനോഭാവങ്ങൾ നല്ലത് ചെയ്താൽ പോലും നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആ ഒരു പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, എതിർപ്പുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും കർമ്മത്തിൽ നല്ല ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. കുടുംബത്തിലാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു സമയം. മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് വിട്ടുമാറിപ്പോവുക. നിങ്ങൾക്കതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമമായ സമയം. സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ പലർക്കും ഈ കാലഘട്ടങ്ങളിൽ സന്താന ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. വ്യാഴമെന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ, നല്ലൊരു ജോലി ലഭിക്കുക, നല്ലൊരു വിവാഹം നടക്കുക, സന്താന ഭാഗ്യമുണ്ടാവുക, അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടം ജീവിതത്തിൽ വന്നു ചേരുക, ആരോഗ്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാവുക, സ്വന്തമായി ഭൂമി ഗൃഹമൊക്കെ വന്നു ചേരുക, വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. പൂർണ്ണമായും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മൂടിക്കെട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ദുഷ്പ്രവൃത്തികൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും പൂർണ്ണമായി വിട്ടുമാറി ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകളൊക്കെ വന്നു ചേരും. സമാധാനമായി സന്തോഷമായി മുന്നോട്ട് പോകൂ. ഒക്ടോബർ 18 മുതൽ ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കർക്കിടക രാശിയിൽപ്പെട്ട വ്യക്തികളും ഈ സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം അത്യുത്തമമാണ്. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം. ഈ ഒരു വ്യാഴം കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നന്മകളാണ് ഓരോരുത്തർക്കും വന്നു ചേരുക. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ പൂർണ്ണമായി ഈശ്വരാനുഗ്രഹം കൊണ്ട് വിജയിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കന്നിരാശിയിൽപ്പെട്ട പലരും ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളും പൂർണ്ണതയിലെത്തിക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലതും പകുതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവരാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിലും തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുകയും ചെയ്യുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്ര പണം വന്നാലും ആ പണം വരുന്നതിനനുസരിച്ച് അതിൽ കൂടുതൽ ചിലവുകൾ അപ്പോഴേക്കും വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ട് പലർക്കും. നമ്മുടെ കൈകളിൽ വരുന്ന പണം അപ്പോൾ തന്നെ ചിലവായി പോകുക, കയ്യിൽ പണം നിൽക്കാത്ത ഒരവസ്ഥ, ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിച്ചില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ച് വരെ ചിലവഴിക്കേണ്ട അനുഭവം, അവസ്ഥയൊക്കെ പലർക്കുമുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളുടെ ആ ഒരു പാഴ്ചിലവുകളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പലരെയും സംബന്ധിച്ച് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് സാക്ഷാത്കരിക്കപ്പെടുന്ന അനുഭവം വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട പലരും പുതിയ പല സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ധനപരമായ മുന്നേറ്റമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കന്നിരാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി വിട്ടുമാറും. മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു
അവസ്ഥ വന്നു ചേരുകയും ചെയ്യും. പ്രത്യേകിച്ചും ഗൃഹം സംബന്ധിച്ച് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഉള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി കാലാകാലങ്ങളായി പരിശ്രമിക്കുന്നവരാണെങ്കിൽ, ഈ ഒരു ഒക്ടോബർ 18 മുതൽ പലർക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കുവാനുമുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയുവാനുള്ള ഭാഗ്യവും പലർക്കും ഈ സമയത്ത് ലഭിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ പരസ്പരം വേർപിരിഞ്ഞ് കഴിയുന്ന ഒരവസ്ഥ, അത് പല കാര്യകാരണങ്ങൾ കൊണ്ടാകാം. അങ്ങനെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അത്രമേൽ സുഖം സമാധാനം അനുഭവിക്കാത്ത വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ വിട്ടുമാറുകയും നിങ്ങൾക്ക് ദമ്പതികൾക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു അവസ്ഥ ലഭിക്കുക, പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തന്നെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സന്തോഷം, സുഖമൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആകുലത, ആശങ്കകളൊക്കെ വിട്ടുമാറും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യം ലഭിക്കുന്ന സമയം, അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും കന്നിരാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ആ ഒരു സഞ്ചാരം എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകം എടുത്തു പറയേണ്ട, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ധനം, പണം വന്നു ചേരും. സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ജീവിത മുന്നേറ്റം, ഒരു ഉയർച്ച കന്നിരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വന്നു ചേരും. ശാരീരികമായും മാനസികമായും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു മാറ്റം ലഭിച്ച് നിങ്ങൾക്ക് ഒരു സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന അങ്ങനെ ഉള്ളൊരു അനുഭവം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും കന്നിരാശിക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വ്യാഴം തീർച്ചയായിട്ടും നൽകും. നല്ല ഒരു മാറ്റമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമായിരിക്കും. ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വ്യാഴത്തിൻ്റെ ഈ ഒരു കർക്കിടകം രാശിയിലുള്ള സഞ്ചാരം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. വ്യാഴം വൃശ്ചികം രാശിക്കാർക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്നത്. വ്യാഴം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധനകാരകനാണ്, പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്, പുത്രകാരകനൊക്കെ ആയ ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു സമയം വ്യാഴം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, മഹാഭാഗ്യങ്ങൾ നൽകുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച, ധനപരമായിട്ടുള്ള മുന്നേറ്റം ജീവിതത്തിൽ വന്നു ചേരും. വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, കടക്കെണിയിലൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു മാർഗമാണ് വ്യാഴം നൽകുന്നത്. എത്ര വലിയ കടബാധകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും വളരെ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അതുപോലെ കുടുംബത്തിൽ അല്ലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്ക് വ്യാഴം നൽകുന്നത്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ദമ്പതികളുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറി കുടുംബത്തിലൊരു സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. പൊതുവേ വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുമെന്നുള്ളതാണ്.
വൃശ്ചികം രാശിയിൽ വരുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആകുലതകളും വേവലാതികളും വിട്ടുമാറുന്ന സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം ലഭിക്കുക, അതുപോലെ വിദേശത്ത് പോയി പഠിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുക, വിദേശ ജോലി അവർക്ക് ലഭിക്കുക, ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹത്തിലെ ആ തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം വന്നു ചേരുക, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നേരിട്ട് കാണുവാനും അതുമൂലം ഒരു മനസ്സിന് സമാധാനം, സുഖം, സന്തോഷമൊക്കെ വൃശ്ചികം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. കുറച്ച് കാലങ്ങളായി ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് കുട്ടികളുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞവരാണെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവസരം വന്നു ചേരുക, അല്ലെങ്കിൽ വിദേശത്ത് വസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക, അവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു സമയവുമാണ്. എല്ലാ തരത്തിലും ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഒരു ഭൂമി വിൽക്കുവാനുണ്ട്, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിൽ പല പ്രയാസങ്ങളും കടബാധ്യതകളും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടം ഭൂമി വിൽക്കുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടക്കുവാനും സാധിക്കും. അതുപോലെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നിർമ്മിക്കുന്നതിനും യോഗമുള്ള സമയമാണ്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യത്തിനും അനുസരിച്ച് ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്രതീക്ഷിതമായ ഭാഗ്യം, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്തെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലുള്ള സഞ്ചാരം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് വ്യാഴം കർക്കിടക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും മകരം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള മനപ്രയാസങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ചിലരെ സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ട്, മറ്റു ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പല മകരം രാശിക്കാരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിച്ച് നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയുള്ള സഞ്ചാരം നിങ്ങൾക്ക് നൽകുന്നത്. പൊതുവെ മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. മനസ്സമാധാനം, സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത്. മനസ്സിന് നല്ലൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു അനുഭവമാണ്. നിങ്ങൾ ഏത് പ്രതിസന്ധികളിൽ കൂടെയോ പ്രശ്നങ്ങളിൽ കൂടെയോ കടന്നു പോകുന്നവരാകട്ടെ, അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു നൽകിയത്. പലരും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവിക്കുന്നത്. എന്തു തന്നെയായാലും അതിനെയൊക്കെ നല്ല രീതിയിൽ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടിയിരുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്.
അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ആ പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം കർക്കിടക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച എല്ലാ അലച്ചിലുകൾക്കും ഒരു മാറ്റമാണ് ഈ സമയത്ത് ലഭിക്കുക. അതുപോലെ മംഗളകരമായിട്ടുള്ള, ശുഭകരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പല പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ആ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം പലർക്കും വന്നു ചേരും. അതുപോലെ കർമ്മ സംബന്ധമായിട്ട് യാത്രകൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ആ യാത്രകൾ മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടം, ഗുണഫലങ്ങൾ, നന്മകൾ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ 18 ശേഷം ആ വിദേശ ജോലി ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യവും ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് മകരം രാശിക്കാർക്ക് ഒക്ടോബർ 18 മുതൽ അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. ദമ്പതികളെ സംബന്ധിച്ച് ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു നല്ല ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ച് സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന്, ആരൊക്കെയാണോ ഒരു പുനർവിവാഹത്തിനായിട്ട് മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ കാത്തിരിക്കുന്നത്, ആ ഒരു പുനർവിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഒക്ടോബർ 18 മുതൽ. നിങ്ങൾക്ക് കഴിഞ്ഞ കാല നിങ്ങളുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെയൊക്കെ മറന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിന് അത്രയും യോജിച്ച ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പുനർവിവാഹത്തിന് സമയം അത്യുത്തമമാണ്. ഈ ഒരു സമയത്ത് ജീവിതത്തിൽ മകരം രാശിക്കാർക്ക് ഒരുപാട് നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും യാത്രകൾ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശ പഠനത്തിനൊക്കെയുള്ളൊരു ഭാഗ്യം ലഭിക്കും. അതുപോലെ വിദേശ ജോലി ഭാഗ്യമൊക്കെ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായ സമയമാണ്. ശുഭകരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയം. മകരം രാശിയിൽപ്പെട്ട പലർക്കും ഒക്ടോബർ 18 ശേഷം ഒരു ഭൂമി വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ, അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല മനപ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന സമയം ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ആ മനസ്സിനെ മൂടിക്കെട്ടിയിരുന്ന എല്ലാം വിട്ടുമാറി നല്ലൊരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ മകരം രാശിക്കാർക്ക് ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള നല്ല ഒരു മാർഗം, വഴി ഈശ്വരാനുഗ്രഹം കൊണ്ട് തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. വ്യാഴമെന്ന് പറയുന്നത് തന്നെ ഗുരുവാണ്, അറിവാണ്. അപ്പോൾ അതുപോലെ അറിവ് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയത്തെ മകരം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള മംഗളകരമായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. അതുപോലെ മീന ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും വ്യാഴമാണ്. അങ്ങനെയുള്ള വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് ഏറ്റവും ഉത്തമമായിട്ട് ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം ഈശ്വരാനുഗ്രഹം ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. പ്രത്യേകിച്ച് മീനം രാശിക്കാരുടെ ഇപ്പോഴത്തെ സ്ഥിതി, പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. പലതരത്തിലുള്ള മാനസിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അവരവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതിലും കൂടുതൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം തലയിൽ കയറ്റി വെച്ചാൽ എങ്ങനെയാണോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക, നമുക്ക് മുന്നോട്ട് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരും അത്രമേൽ ഭാരം ഉണ്ടാകുമ്പോൾ.
ആ തരത്തിലുള്ള അനുഭവങ്ങളാണ് പല മീനം രാശിക്കാർക്കും ഇപ്പോൾ ഉള്ളത്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ആ തലയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ചുമക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ കഴിയാവുന്നതിനും കൂടുതൽ ഭാരമുണ്ടായിരുന്ന അവസ്ഥകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഈശ്വരാനുഗ്രഹം അത്രമേൽ വന്നു ചേരും. മീനം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. അത്രമേൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറും. വ്യാഴം കർക്കിടക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈർഘ്യമുണ്ടാകും. അതുപോലെ ധനപരമായ, സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. എല്ലാം മംഗളകാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. പൂർവിക വഴിയിൽ നിന്ന് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലഭിക്കും. ആ പൂർവിക പിതൃസ്ഥാനത്തുള്ളവർ, പിതാവ് പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം അത്രത്തോളം വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത്, വ്യാഴം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ ജോലി സംബന്ധമായിട്ട് ഏതൊക്കെ വ്യക്തികളാണോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി മാറ്റം അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റം, പദവി ഉയർച്ച, ഇതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ ഏറ്റവും ഉയർച്ച ലഭിക്കുകയും ധാരാളം ധനവരവ്, സമ്പാദ്യം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായി ഒരു വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്ന മീനം രാശിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിദേശ ജോലി ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. ഈ ഒരു സമയം സ്വന്തമായി തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ഒക്കെ നടത്തുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം ധനനഷ്ടങ്ങളൊക്കെ നേരിട്ടവർ ഉണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർച്ച വരിക. അതുപോലെ പലർക്കും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. ആ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പണം നൽകാനുണ്ട്, കുറേ കാലങ്ങളായി അത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മീനം രാശിക്കാർക്ക് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറും. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് പൂർവ്വപുണ്യസ്ഥാനമാണ്, 5-ാം ഭാവം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് മീനം രാശിയിൽപ്പെട്ടവർക്ക് കുട്ടികൾക്ക് നല്ല ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കുക, അവർക്ക് നല്ല ജോലി, നല്ല ഒരു വരുമാനം ലഭിക്കുക, അവരുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്ന സമയം. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് മീനം രാശിക്കാർക്ക് നിങ്ങളുടെ മനസ്സിനൊക്കെ നല്ല സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഉത്തമമായ സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാം കൊണ്ടും ഈ കാലഘട്ടം വളരെ വളരെ നല്ലതാണ്. അതുപോലെ ഗൃഹനിർമ്മാണമൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന മീനം രാശിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ പുനരാരംഭിച്ച് ഈ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മഹാഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. മീനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഒക്കെ എല്ലാം വിട്ടുമാറും. ആരോഗ്യപരമായ മുന്നേറ്റം, മാറ്റങ്ങളൊക്കെ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും മംഗളകരമായിട്ട് നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണെന്ന് ഓരോ മീനം രാശിക്കാരും മനസ്സിലാക്കുക. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും, സംശയമില്ല. ആ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്.
ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വ്യാഴം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.